ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും കുട്ടിയായിട്ടുള്ള സായോണെ ആരോ ഒരാൾ ബലമായിട്ടൊക്കെ വെള്ളത്തിൽ മുക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. അവനും ഒരു സ്വപ്നമെന്ന രീതിക്കൊക്കെ ആയിരുന്നു ഇത് കണ്ട് എണീറ്റിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവന്റെ ഒപ്പം കിടന്നിട്ടുണ്ടായിരുന്നത് ഹീജു ആയിരുന്നു. ഹീജുവും കണ്ണു തുറന്ന് അവനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഞെട്ടിയൊക്കെ എണീക്കുന്നു. ഹീജുവും സയോണെ പിടിച്ചുകൊണ്ട് വീട്ടിലേക്കൊക്കെ വന്നത് മാത്രമായിരുന്നു അവനും ഓർമ്മയുണ്ടായിരുന്നത്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ അവൻ സ്വയം ആലോചിച്ചു നോക്കുന്നു. ഹീജുവിന്റെ സൗണ്ടൊക്കെ സയോണ് പാർക്കിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിന്റെ റിസൾട്ട് ഒക്കെ വന്നോ എന്നൊക്കെ അറിയുവാനായിട്ട് അവൻ ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഫോണൊക്കെ ഓഫ് ആയിരുന്നത് കൊണ്ട് തന്നെ അവനും ഫോണൊക്കെ ചാർജിനിടുന്നു. നീ എന്താ രാവിലെ തറയിലൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നത്? എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറ എന്ന് പറഞ്ഞ് എന്താണ് നടന്നതെന്ന് അറിയുവാനായിട്ട് സയോണും ഹീജുവിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഞാനും എല്ലാ കാര്യങ്ങളും നിന്റെ അടുത്ത് തുറന്ന് പറയട്ടെ എന്നൊക്കെ ഹീജു ചോദിച്ചതിന് ശേഷം എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുവാനായിട്ട് തയ്യാറായി നിൽക്കുമ്പോഴത്തേക്കും പാർക്കിന്റെ കോളൊക്കെ സയോണും വരുന്നു. റിസൾട്ട് ഒക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പാർക്ക് പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്ന അവനും ചാറ്റൊക്കെ എടുത്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും 99.99% നേരത്തെ അവൻ അയച്ച ആ ഒരു വോയിസുമായിട്ട് കിഡ്നാപ്പറുടെ വോയിസ് സിമിലർ ആണെന്നൊക്കെ ആയിരുന്നു അതിൽ നിന്നും അവന് കണ്ടെത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുകയാണ് പാർക്കും സയോണും. അതിൽ നിന്നും ഇപ്പോൾ നിന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് നേരത്തെ കിഡ്നാപ്പിങ്ങിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലോ ഉണ്ടായിരുന്ന സ്ഫോടനത്തിലോ അതുമല്ല എങ്കിൽ നേരത്തെ നേഴ്സിംഗ് ഹോമിലെ പ്രശ്നത്തിലോ ഒന്നും തന്നെ പങ്കുണ്ടായിരുന്നില്ല. അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റാരോ ആണ് എന്ന് പാർക്ക് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തന്നെ കോൾ ചെയ്യുന്നയാള് കിഡ്നാപ്പറുടെ കൂട്ടാളി അല്ല എന്ന സത്യമൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ പോലും കോൾ ചെയ്തത് ആരാണെന്ന് എനിക്ക് നിന്റെ അടുത്ത് തുറന്നു പറയുവാനായിട്ട് സാധിക്കുകയില്ല. എങ്കിൽ പോലും ആ ഒരു കിഡ്നാപ്പറും ഈ കോൾ ചെയ്ത ആളും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊക്കെ നീ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്നും മാത്രമേ ഈ ഒരു കേസൊക്കെ നമുക്ക് തെളിയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് സയോണും പറയുന്നു. ആരെക്കാളും നന്നായിട്ടാണ് എന്റെ ജഡ്ജ്മെന്റ് എന്നൊക്കെ ആയിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ കരുതി. എന്നെ ആർക്കും ട്രാപ്പ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്ന വിശ്വാസത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്റെ കൺമുമ്പിലായിട്ട് തന്നെ ഒരുപാട് ഹിന്റുകൾ വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ സത്യമാവുകയില്ല എന്ന് ഞാൻ കരുതി. അല്ല എങ്കിൽ അതൊന്നും തന്നെ സത്യമാകരുതെന്നായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും അതെല്ലാം തന്നെ അവഗണിച്ചായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും ഓർക്കുകയാണ്. യഥാർത്ഥത്തിൽ നേരത്തെ ഹിജു കോളിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നതും അതുപോലെ തന്നെ അവളെ സംസാരിച്ചതിന്റെ വീഡിയോ ഒക്കെ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചുമൊക്കെയാണ് അവനും ചിന്തിച്ചത്. ഹീജു ആണ് അവനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവനും കോൾസിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആലോചിച്ചൊക്കെ നോക്കുകയാണ്. ഹീജുവും അന്ന് സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കുവാനായിട്ട് സയോണിന്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും സയോണും ഒരുപാട് വാക്കുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കള്ളം, ദേഷ്യം, വെറുപ്പ്, തെറ്റിദ്ധാരണ, മാപ്പ് എന്നിങ്ങനെയുള്ള വാക്കുകളൊക്കെ ആയിരുന്നു അവനും എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. നീ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നൊക്കെ എങ്ങനെയാണ് പറയുക എന്ന് സയോൺ ചോദിക്കുമ്പോഴത്തേക്കും ഹീജുവും അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അത് ബുദ്ധിമുട്ടായിട്ടൊക്കെ അവനും തോന്നുന്നു. ക്ഷമിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് അവനും പറയുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സൈൻ ലാംഗ്വേജിൽ കാണിക്കുവാനായിട്ട് ആയിരുന്നില്ല, മറിച്ച് അവളുടെ അടുത്ത് ക്ഷമിക്കുവാനായിട്ടായിരുന്നു അവന് ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഹീജുവും ഇനയ്ക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാതിരുന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇന വീണ്ടും നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹീജുന് മെസ്സേജ് അയക്കുകയാണ്. സൗൺ നടന്നു പോകുന്ന സമയത്ത് കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പറൊക്കെ താഴേക്ക് പോകുന്നു. അവനും അത് എടുത്തു നോക്കി കഴിയുമ്പോഴത്തേക്കും സൈൻ ലാംഗ്വേജിലുള്ള ചില ചില കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിലും എഴുതിയിട്ടുണ്ടായിരുന്നത്. സായോന്റെ അച്ഛനും ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അസിസ്റ്റന്റ് അച്ഛന്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം ഇനയെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻ ഒക്കെ അറിയിക്കുന്നു. സായോന്റെ അമ്മയും ഒരു ഫോട്ടോ ഒക്കെ നോക്കി ഇരിക്കുമ്പോഴത്തേക്കുമായിരുന്നു ഈ ഒരു വിവരമൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്ന അച്ഛനും പെട്ടെന്ന് തന്നെ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നീ അറിഞ്ഞോ, ഇന നാട്ടിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ എത്രയും വേഗം ഇനേനെ കാണുവാനായിട്ടൊക്കെ പോകണം. എന്തിനാണ് ഇത്ര വലിയ കുഴപ്പമൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവളുടെ അടുത്തും ചോദിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അമ്മ അതൊന്നും തന്നെ കാര്യമാക്കുന്നുണ്ടായിരുന്നില്ല. അമ്മയും അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയെ കുറിച്ചൊക്കെ പറയുകയായിരുന്നു. മുത്തശ്ശനും ഇന്നത്തെ ദിവസത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുവാൻ പോലും പാടില്ല എന്നൊക്കെ ആയിരുന്നല്ലോ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു നേരം സമാധാനമായിട്ടൊന്ന് മദ്യമൊക്കെ കുടിച്ചോട്ടെ എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കും 20 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് ഈ ഒരു ദിവസമായിരുന്നു ശരിക്കും ഫ്രീഡം എന്താണെന്നൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവും ഇല്ല എന്ന് പറഞ്ഞ് അച്ഛനും പോകുന്നു. അന്നത്തെ ദിവസം എന്താണ് നടന്നതെന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നില്ലെങ്കിൽ പോലും അമ്മയും ഒരു റൂമിലെത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന കാഴ്ചയൊക്കെ കണ്ടിട്ട് വളരെയധികം പേടിച്ചിട്ട് റൂമൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ റൂമിനകത്തുണ്ടായിരുന്ന കുട്ടിയും വളരെയധികം ഉച്ചത്തിൽ വാതിലൊക്കെ തുറക്കുവാനായിട്ട് പറഞ്ഞ് കരയുകയായിരുന്നു.
അമ്മയും അത്രയും നേരം നോക്കിക്കൊണ്ടിരുന്ന ഫോട്ടോ ഒക്കെ കാണിക്കുകയാണ്. അതിലെ കുട്ടിയുടെ മുഖം വ്യക്തമല്ലെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന പൂച്ചേനെയൊക്കെ കാണുവാനായിട്ട് സാധിക്കും. സാങ്ങു പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്റ്റോറിയിലെ പൂച്ചയും കുട്ടിയും ഇതാകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്ഥലത്തേക്കൊക്കെ ഹീജു എത്തി കഴിയുമ്പോഴത്തേക്കും ആദ്യമായിട്ട് ഹീജു ഇനെ കണ്ട ദിവസത്തെക്കുറിച്ചൊക്കെ അവളും ഓർത്തു പോകുന്നു. ഇനയ്ക്കും ഹീജുവിന്റെ അമ്മേനെ ഒട്ടും തന്നെ ഇഷ്ടമൊന്നും ആയിരുന്നില്ല. ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചതിന് ശേഷം ഒരു ദിവസം ഹീജു ഇനയ്ക്കുള്ള പാലൊക്കെ ആയിട്ട് റൂമിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും അവളുടെ കയ്യിൽ നിന്നും ആ ഒരു ഗ്ലാസ് ഒക്കെ തന്നെ താഴെ പോയി പൊട്ടുകയാണ്. എങ്കിൽ പോലും എനിക്ക് ശബ്ദമൊന്നും കേൾക്കത്തില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു വിവരം ഒന്നും തന്നെ അവൾ അറിയുന്നു കൂടിയില്ല. പക്ഷെ ഇപ്പോൾ ഇന പട്ടത്തെ പോലെ ഒന്നും തന്നെയല്ല, വളരെയധികം നന്നായിട്ട് തന്നെ സംസാരിക്കുന്നൊക്കെയുണ്ട്. കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അക്വേറിയത്തിൽ വരാറുണ്ടായിരുന്നു. അന്ന് ലോകത്തിലുള്ള എല്ലാ ശബ്ദവും ഇല്ലാതായെന്നായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. ഞാനും വെള്ളത്തിലേക്ക് തന്നെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്കും ഒരു സമാധാനമൊക്കെ തോന്നാറുണ്ടായിരുന്നു. പിന്നെ നിനക്ക് മെർമെയ്ഡ് ഷോ ഒക്കെ ഇഷ്ടമല്ലേ, നമുക്കും അതൊക്കെ പോയി കാണാം. കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്റെ കേൾവി ശക്തി തിരിച്ചു കിട്ടുവാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അന്ന് അതൊന്നും തന്നെ ഫലം കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനും വിദേശത്ത് പോയി സർജറി ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും എന്റെ കേൾവി ശക്തിയൊക്കെ ഇപ്പോൾ തിരിച്ചു കിട്ടിയിരിക്കുന്നു. നീ എന്തുകൊണ്ടാണ് ഇപ്പോഴും സംസാരിക്കാതൊക്കെ ഇരിക്കുന്നത്? ഇനി എന്തായാലും നീ ധൈര്യമായിട്ട് സംസാരിച്ചോ എന്നൊക്കെ ഇനിയും അവളുടെ അടുത്ത് പറയുകയാണ്. എനിക്ക് ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് ഹീജു ആരുടെയും അടുത്ത് സംസാരിക്കാതെ ഇരുന്നിട്ടുണ്ടായിരുന്നെന്ന കാര്യം എല്ലാം തന്നെ ഇനിയും പണ്ട് തന്നെ മനസ്സിലാക്കിയതായിരുന്നു. പക്ഷെ ഈ ഒരു വിവരം ഹീജുവിന്റെ അടുത്ത് ഇപ്പോൾ മാത്രമാണ് ഇന പറയുന്നത്. സോ ഹീജും അവിടെ നിന്ന് പിണങ്ങിയൊക്കെ പോകുവാനായിട്ട് നോക്കുന്നു. നിനക്ക് സംസാരിക്കുവാൻ അറിയാമെന്ന കാര്യം എനിക്ക് നന്നായി തന്നെ അറിയാമായിരുന്നെങ്കിൽ പോലും പണ്ട് എന്റെ അവസ്ഥ വളരെയധികം പരിതാപകരമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ വിഷമിച്ചിരിക്കുന്നതിനേക്കാളും എനിക്കൊരു കൂട്ട് വേണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയത്തില്ലാത്തതുപോലെയൊക്കെ ഞാൻ പെരുമാറിയിട്ടുണ്ടായിരുന്നെന്ന് ഇന പറയുമ്പോഴത്തേക്കും എന്നോട് മിണ്ടുവാൻ പറയാൻ നീ ആരാണ്? നീ പറഞ്ഞിട്ട് വേണോ എനിക്ക് സംസാരിക്കുവാൻ? ഇനി ഒരിക്കലും നീ എന്റെ കാര്യത്തിൽ ഇടപെടുവാനായിട്ട് പാടില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നിനക്ക് മനസ്സിലാകുന്നില്ല എന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. എങ്കിൽ പോലും അതൊന്നും തന്നെ കുഴപ്പമില്ല. എനിക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയും. എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. അല്ലാതെ നിന്റെ അനുവാദം എനിക്ക് ആവശ്യമില്ല. പിന്നെ എനിക്ക് മെർമെയ്ഡ് ഷോ ഇഷ്ടമാണെന്നൊക്കെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് മെർമെയ്ഡിനെ ഒട്ടും തന്നെ ഇഷ്ടമില്ല. ഞാനും അവളെ വെറുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഹീജുവും പോകുന്നു. ഇനിയും ഹീജുവിന്റെ അടുത്ത് ഒരു കാര്യമൊക്കെ പറയുവാനായിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുകയാണ്. നിനക്കും സയോണെ എത്രമാത്രം അറിയാം? എന്തായാലും ഞാൻ ഒരിക്കലും സയോണെ നിന്റെ അടുത്ത് ഏൽപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചതായിരുന്നില്ല. മറിച്ച് സയോൺ തന്നെ ആയിരുന്നു നിന്നെ വേണമെന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നെ വെറുതെ വിടുന്നതിന് പകരമായിട്ട് നമ്മുടെ ഫാമിലിയുമായിട്ട് ഒരു ബന്ധമൊക്കെ അയാൾക്ക് വേണമെന്നും അതുകൊണ്ട് തന്നെ നിന്നെ വിവാഹം കഴിച്ചുകൊണ്ട് പോകണമെന്നുമൊക്കെ അയാളും എന്നോട് പറഞ്ഞു. അതല്ലാതെ ഒരിക്കലും നിന്നെ ചതിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ ഇന പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ ഓർത്തുകൊണ്ട് പോവുകയാണ് ഹീജുവും. ഹീജു തന്നെയാണ് തന്നെ വിളിക്കുന്നതെന്ന് ഉറപ്പിക്കുവാനായിട്ട് കിഡ്നാപ്പറുടെ ഫോണൊക്കെ അന്വേഷിക്കുകയായിരുന്നു സയോണും. നേരത്തെ അവൾ കണ്ട സമയത്ത് അവളും ഒരു ബാഗിന്റെ അകത്തേക്ക് ആയിരുന്നല്ലോ ഫോൺ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. സോ സെയിം ബാഗ് ഒക്കെ എടുത്ത് അവൻ നോക്കുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് ഫോൺ ഉണ്ടായിരുന്നില്ല. ഹീജും റൂമിലെത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന സയോണയൊക്കെ കാണുകയാണ്. സയോണും അവന്റെ ഫോൺ കാണുന്നില്ല, അതുകൊണ്ട് അന്വേഷിക്കാനായിട്ട് റൂമിൽ കയറിയതാണെന്നൊക്കെയാണ് കള്ളം പറയുന്നതും. സോ ഹീജും അപ്പോൾ തന്നെ അവളുടെ ഫോണൊക്കെ എടുത്തിട്ട് സയോണിന്റെ ഫോണിലേക്ക് കോൾ ചെയ്ത് നോക്കുന്നു. സോ അവന്റെ ഫോൺ റൂമിന് വെളിയിലാണ് ഉള്ളതെന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവളും അവനോട് പൊയ്ക്കോളുവാനൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കുമാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ബാഗിലെ ക്ലോത്ത് ഒക്കെ അവനും ശ്രദ്ധിക്കുന്നത്. ഈ ഒരു ഡ്രസ്സ് നേരത്തെ ഹീജുവിന് അമ്മയൊക്കെ മേടിച്ചു കൊടുത്തതായിരുന്നു. എന്തായാലും സൗൺ ഈ ഒരു ഡ്രസ്സൊക്കെ എടുത്തു പിടിക്കുന്നത് കാണുന്ന ഹീജുവും അവന്റെ കയ്യിൽ നിന്നും അതൊക്കെ മേടിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ബെഡിലേക്കൊക്കെ വീഴുകയാണ്. അപ്പോഴായിരുന്നു തലേദിവസം മദ്യപിച്ചെത്തിയിട്ടുണ്ടായിരുന്ന സയോണും ഹീജുവും തമ്മിൽ ഒരു കിസ്സൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ സയോണും ഓർത്തെടുക്കുന്നത്. അതോർത്ത് ഉടനെ തന്നെ ഹീജുവിനെ മാറ്റി നിർത്തിയിട്ട് അവനും റൂമിൽ നിന്നും ഇറങ്ങി ഓടുന്നു. ഇനി ഹീജുവും ഫോണൊക്കെ സേഫ് ആണോ എന്ന് നോക്കുമ്പോഴത്തേക്കും ഫോൺ സയോൺ കണ്ടിട്ടില്ല എന്ന കാര്യമൊക്കെ അവളും മനസ്സിലാക്കുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.